കേരളത്തിലെ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിലാണല്ലോ ഈ ബെക്കാഡിയുടെയും ഈ പറയുന്ന വിദേശ കമ്പനികളുടെ എല്ലാം അനുമതി ചോദിച്ചു വന്നത്. ഞങ്ങൾക്ക് കേരളത്തിൽ വിൽക്കുന്ന ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുന്നതിന് ടാക്സ് കുറച്ച് തരണം എന്ന് പറഞ്ഞിട്ട് അത് പരിഗണിച്ചില്ലല്ലോ. അത് പരിഗണിക്കാതെ മാറ്റി വെച്ചു. പക്ഷേ വി ഡി സതീശൻ സർക്കാർ വന്നിട്ട് ധനവകുപ്പ്, ഞാൻ വ്യവസായ വകുപ്പ്, ഈ പറയുന്ന എക്സൈസ് വകുപ്പിനെ ഒന്നും പറയുന്നില്ല കേട്ടോ. എം ലി ജു ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അല്ല, അത് മനസ്സിലായി. അതുകൊണ്ട് അത് പറഞ്ഞാൽ മതി. എം ലി ജു അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ മതി. അതാണ് പറഞ്ഞാൽ മതി, തിരക്കില്ലാന്ന്. അപ്പം ധനമന്ത്രി വ്യവസായ ഒരു മദ്യനയം പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ മദ്യനയത്തിൻ്റെ ആ വകുപ്പിൻ്റെ മന്ത്രിയോട് പോലും ചോദിക്കാതെ ധനവകുപ്പ് ടാക്സ് നിശ്ചയിച്ചു കൊടുക്കുകയാണ്. ടാക്സ് നിശ്ചയിച്ചു കൊടുക്കുമ്പോൾ എന്താണ്? കേരളത്തിലെ മദ്യത്തിൻ്റെ ഉപയോഗം കൂടും, വലിയ രീതിയിൽ ഉപയോഗം. അത് ആർക്കാ ഗുണം ചെയ്യുക? അത് ഗുണം ചെയ്യുന്ന ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ, മദ്യ കമ്പനികൾ അല്ലേ. വിദേശ മദ്യം കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ഏകദേശം വരുന്ന 70% റമ്മ് കച്ചവടം ചെയ്യുന്ന കമ്പനിയാണ് ഈ പറയുന്ന ബെക്കാഡി എന്ന് പറയുന്നത്. ഈ റമ്മ് കച്ചവടം ചെയ്യുന്ന കമ്പനിക്ക് കുത്തക ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ ചെറിയ പൈസയാണ് വരുന്നത്. ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിൻ്റെ പകുതിയാക്കി കൊടുക്കുന്നതിൻ്റെ കാരണം എന്താ? അത് വിശദീകരിക്കണ്ടേ? എന്നോട് 251% ടാക്സ് ഉണ്ടായിരുന്ന മദ്യത്തിൻ്റെ ടാക്സ് എന്തിന് 120% ആക്കി? പറഞ്ഞാൽ മതി. എന്തിനു പറഞ്ഞാൽ മതി? അത് ധനവകുപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഡൗട്ടും വേണ്ട. അത് എന്തിനുള്ളത് വിശദീകരിച്ചാൽ മതി. പുതിയ കാറ്റഗറിയാണ്. തർക്കമില്ല. അത് പറഞ്ഞാൽ മതി. കേരളത്തിൽ 42% യഥാർത്ഥ മദ്യത്തിന്റെ വീര്യം. അതിന്റെ പകുതി വീര്യമുള്ള മദ്യം കേരളത്തിൽ ടാക്സ് കുറച്ച് വിറ്റോട്ടെ എന്ന് പറഞ്ഞാൽ മതി. അത്ര പറഞ്ഞാൽ മതി. വേറെ പ്രശ്നമില്ല. ഞാൻ തർക്കിക്കാനില്ല. അത് കേരളത്തിലെ എക്സൈസ് വകുപ്പോ കേരളത്തിലെ ഘടകകക്ഷികളോ കേരളത്തിലെ UDF ഘടകകക്ഷികളോ ആലോചിക്കാതെ മുഖ്യമന്ത്രി തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ മതി. വേറെ ഒരു തർക്കവും അക്കാര്യത്തിലില്ല. അതുകൊണ്ടാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യം അതുകൊണ്ടാണല്ലോ ആ സർക്കാരിനെ പരാജയപ്പെടുത്തിയത്. കേരളത്തിലെ UDF ഘടകകക്ഷികളോ ആലോചിക്കാതെ എക്സൈസ് മന്ത്രിയെ ആലോചിക്കാതെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ മതി. പ്രശ്നം അവിടെ അവസാനിച്ചു.